ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു ഔട്ടിംഗ് ഉണ്ട്. നമുക്ക് എമ്പുരാൻ മൂവി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം ഏകദേശം സമയം ഇവിടെ ഒരു 6:30 6:45 കേട്ടോ സമയം. നമ്മൾ 8:30 ഷോക്കാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തേക്കണത്. കൊടുങ്ങല്ലൂർ ശ്രീകാളീശ്വരി തിയേറ്ററിലാണ് കേട്ടോ. നമുക്ക് ലക്ഷ്മി തിയേറ്ററാണ് കൂടുതൽ ഇഷ്ടം, പക്ഷെ നമുക്ക് അവിടെ കിട്ടിയില്ല ബുക്കിംഗ്. അപ്പം നമ്മൾ അവിടെയാണ് കൂടുതലും പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുൻഭാഗം. നമ്മൾ ഒരുപാട് ചെടികളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക്. അതാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. അപ്പം നമുക്ക് നമ്മൾ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ പോകുന്നത്. 6:45 അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങാനും ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ ഇറങ്ങണത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. ഇങ്ങനെ ഒരു ചാരുപടി, ലോങ് ആയിട്ടുള്ളൊരു ചാരുപടിയാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിലുള്ളത്. പിന്നെ നമ്മൾ വേലിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം, അതൊന്നും നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല. ഫ്രണ്ടിൽ അത് ആ കാണുന്നതാണ് റോഡ് കേട്ടോ. ഇത് ഫ്രണ്ട് പോർഷൻ, വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ഇങ്ങനെയാണ് ചെയ്തേക്കണത്. ദേ ഉൾഭാഗമാണ് കേട്ടോ ഇത്. ചെറിയൊരു നടുമുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. മോള് ദേ ഇവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ തന്നെ സ്വന്തം വീട്ടിലുണ്ടായ കുഞ്ഞി പ്ലാവിലൊരു ചക്ക കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് ചക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. ഒരെണ്ണമല്ല കേട്ടോ, ഒരു 5-8 ചക്കയോളം ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടി കേട്ടോ. അത് വെച്ചിട്ടൊരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ അങ്ങനെ എൻ്റെ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും സ്ഥിരം ഒരു പരിപാടിയാണ് ഇത്. റെഡി ആയി കഴിഞ്ഞാലും ചേട്ടനെ കഴിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ ദേ ചേട്ടൻ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ഏകദേശം ഒരു 6:45 7 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ. നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള എസ്എംപുരം എന്ന് പറയും. എസ്എംപുരത്ത് തനിനാടൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ് കേട്ടോ തനിനാടൻ റെസ്റ്റോറൻറ്റ്. ദേ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു പാർക്ക് ഏരിയയൊക്കെ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഇതേ വെയിറ്റിങ്ങിലാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ വിചാരിച്ചു വീണ്ടും ഒരു സെൽഫി എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കൂടുതലും ഇവിടെ തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരാറ്. തനിനാടൻ റെസ്റ്റോറൻറ്റിൽ വരും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ മൂന്നുപീടികയിൽ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് പോകാറ് കേട്ടോ. ഈ രണ്ടിലാണ് ഞങ്ങൾ കൂടുതലും പോവാറ്. അങ്ങനെ ദേ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഫുഡൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഹാഫ് അൽഫാം മന്തി ഓർഡർ ചെയ്തു. അത്രയും മതിയാവും. ഞങ്ങൾ അതന്നെ അങ്ങനെയാണ് കഴിക്കാറുള്ളൂ. ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ലാത്ത ഫുഡാണ് കേട്ടോ. നമ്മൾ സ്ഥിരം ഇവിടുന്ന് കഴിക്കാറുള്ളതാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കട തന്നെയാണ് കേട്ടോ. കൂടുതലും ഓർഡറാണ് ഇവിടെ പോകുന്നത്. ഡെലിവറി ഉള്ളതുകൊണ്ട് കൂടുതലും ഹോം ഡെലിവറിയാണ് കേട്ടോ ഇവിടുന്ന് ഈ കടയിൽ നിന്ന് കൂടുതലും പോണത്. അങ്ങനത്തെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ ഫ്രണ്ടിൽ ഈ പാർക്കിൻ്റെ ഏരിയയിൽ കണ്ടപ്പോൾ ഗായത്രി കുട്ടിക്ക് ഒന്ന് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കുറച്ച് നേരം പാർക്കിൽ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ദേ ഈ കാണുന്നതാണ് കേട്ടോ ഊഞ്ഞാല്. അപ്പോൾ ഫുഡ് കഴിച്ച് ആൾക്കാർക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിലും ഇവിടെ ഒന്ന് ജോളിയായിട്ട് ഇരിക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് ദേ മോളയുടെ കൂട്ടുണ്ട്. അതിൻ്റെ ആ ഭാഗത്തായിട്ടും ഇതേപോലെ ഒരു ഊഞ്ഞാല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് ദേ ഊഞ്ഞാലാടണം എന്നും പറഞ്ഞിട്ട് ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി ട്ടോ. നമ്മൾ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർക്ക് ഇപ്പോൾ പോകാനൊക്കെ ഭയങ്കര പാടാണ്. കാരണം റോഡൊന്നും നമുക്ക് മനസ്സിലാവില്ല. കണ്ടാൽ ക്ലിയർ ആവില്ല. റോഡ് പണി നടക്കണോണ്ട് നമുക്ക് ഒരു ഐഡിയയും കിട്ടൂല ട്ടോ. പിന്നെ ഭയങ്കര പൊടിയും ഭയങ്കര ബ്ലോക്കും ഒക്കെയാണ്. അത് കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ദേ ശ്രീകാളീശ്വരി തിയേറ്ററിൽ എത്തി ട്ടോ. ഇതാണ് ട്ടോ ശ്രീകാളീശ്വരി തിയേറ്റർ. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിലേക്ക് പോയി. ഇത്തിരി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ തിയേറ്ററിൻ്റെ പാർക്കിംഗ് വരണത്. പിന്നെ എമ്പുരാൻ മൂവി ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ടൈം ആയിട്ടില്ലെങ്കിലും കൂടി നിറയെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എത്തിയതുകൊണ്ട് നമ്മുടെ വണ്ടി ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറക്കിയിട്ടിടേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാറൊക്കെ നന്നായി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ദേ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരത്തെ തന്നെയാണ് കേട്ടോ എത്തിയേക്കണത്. കാരണം നമുക്ക് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു. ഓടിപ്പിടിച്ച് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മൾ കയറിയിട്ട് യാതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവെൽ ടൈം ആകുമ്പോൾ എന്തെങ്കിലും നോക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ദേ വെറുതെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓൺലൈൻ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റിൻ്റെ സ്ലിപ്പൊക്കെ പോയി എടുത്തു. പിന്നെ അവിടെ തന്നെ ഒരു ഷെൽഫിലായിട്ട് ഓരോ സിനിമകളുടെ ട്രോഫി കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെറുതെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അരവിന്ദിൻ്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമയുടെ, അതുപോലെ തന്നെ ദേ മീശ മാധവൻ, അങ്ങനെയുള്ള കുറേ മൂവികളുടെയൊക്കെ ഓരോ ട്രോഫി കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദേ നമ്മൾ കാണാൻ പോകുന്ന എമ്പുരാൻ മൂവി ഗായത്രിക്കുട്ടി ദേ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ കയറാൻ നേരമല്ലേ, അപ്പോൾ പിന്നെ ഒരു സെൽഫിയും കൂടി ആവാമെന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവളിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ക്രീൻ 2-വിലാണ് കേട്ടോ നമ്മൾക്ക് കിട്ടിയത് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ നമ്മൾ തിയേറ്ററിലേക്ക് കയറി, നമ്മുടെ സീറ്റൊക്കെ ഉറപ്പിച്ചു. സീറ്റ് നമുക്ക് കുറച്ച് അത്യാവശ്യം ബാക്കിലായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു സൈഡ് പോർഷനായിട്ടാണ് കേട്ടോ നമ്മുടെ സീറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളാണ് ഫസ്റ്റ് കയറിയത്, അതുകൊണ്ട് ആൾക്കാരൊക്കെ വരണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ സിനിമ കാണാൻ വേണ്ടിയൊക്കെ ഇരുന്ന് സെറ്റായി കേട്ടോ. അപ്പോൾ സിനിമയൊക്കെ തുടങ്ങി. പിന്നെ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ കുഴപ്പമില്ല, നല്ല മൂവിയാണ് കേട്ടോ. നമുക്ക് നമ്മൾ കൊടുക്കുന്ന കാശിന് വർത്തുള്ളൊരു മൂവി തന്നെയാണ്. 2 മണിക്കൂർ നമുക്ക് കണ്ടിരിക്കാം, ബോറടിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.